പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വയനാട് ജില്ലയിലെ തിരുനെല്ലിയിലെ നാഗമന അംഗനവാടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടെ അമർത്തുക. അപ്പോഴാണ് എൻ്റെ ചാനലിലെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജൈത്രയാത്ര തുടരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വ്ളോഗിലേക്ക് എല്ലാവർക്കും കിടക്കാം. അങ്ങനെ 7-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നാടുകാണി വഴി ഞാൻ പുതിയൊരു റൂട്ട് കൂടെ ഇട്ട് പോകുന്നത്. കാരണം നമ്മൾ ഒരു ക്യാമ്പിന് പോകുകയാണ്. ക്യാമ്പിന് പോകുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയേകുന്ന റൂട്ട് കൂടെ പോകണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹം കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും കാണാത്ത കാഴ്ചകൾ കണ്ട് അനുഭവിക്കാത്ത അനുഭൂതികൾ അനുഭവിച്ചിട്ട് വേണം പോകാൻ. നമ്മൾ യാത്ര പോകുന്നത് തന്നെ പലതരം ആളുകളുമായിട്ട് കണ്ട് പരിചയപ്പെട്ട് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനാണ് മെയിനായിട്ട് പോകുന്നത്. കാരണം നമ്മളോട് പലരുടെ ലൈഫിലും പല പല ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിങ്ങനെ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് പല ആൾക്കാരായിട്ട് നമ്മൾ കണ്ട് അവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരോട് വിഷമങ്ങളൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞങ്ങൾ ക്യാമ്പിനൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ്. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ടൂറ് പോയിട്ട് നിനക്ക് എന്താ കിട്ടുന്നതെന്നുള്ളത്. എനിക്ക് കിട്ടുന്നത് പറഞ്ഞാൽ എൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ലാതെ വരും. നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രതീക്ഷകൾ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് റൈഡ് പോകുമ്പോൾ കിട്ടുന്നത്. നമുക്ക് കുറേ ചിലവുകളുണ്ടാവും, നമ്മളെ ബാങ്ക് ബാലൻസ് കാലിയാവും, എല്ലാം ശരിയാണ്. പക്ഷേ നമുക്ക് അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെയാണ്. അത് ചിലപ്പോൾ ഫാമിലീൻ്റെ കൂടെ പോകും, ചിലപ്പോൾ കൂട്ടുകാരൊത്തു പോകും, ചിലപ്പോൾ ഒറ്റയ്ക്കും പോകും. ഒറ്റയ്ക്കുള്ള യാത്രകളാണ് എന്നും മനോഹരം. കാരണം തനിച്ച് നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വയനാട് എത്തി. വയനാട്ടിൽ ഒരു ഹോട്ടലിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങി. അത് നമ്മൾ പോകുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന് താഴെയായിട്ടായിരുന്നു നമ്മൾ റൂം എടുത്തിരുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ രാവിലെ, ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ കോട്ടും അതിൻ്റെ പുറത്ത് വേറൊരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. രാവിലെ എണീറ്റും ചെയ്തു. കാരണം രാവിലെ ഞങ്ങൾ ക്യാമ്പ് തുടങ്ങുമ്പോഴേക്കും അവിടെ എത്തണം കരുതിയിട്ട്. ഓൾറെഡി അവിടെ തലേ ദിവസം പിള്ളേരൊന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2-ാം ദിവസം ചെല്ലുന്നു. കാരണം എനിക്ക് പിറ്റത്തെ ദിവസം ഞങ്ങളോട് ഗെറ്റ് ടുഗദറൊക്കെ ഇപ്പോൾ അവിടെ പ്ലാൻ ചെയ്തിട്ട് 3-4 ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2-ാം ദിവസമാണ് ക്യാമ്പിന് പോകുന്നത്. അങ്ങനെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. കാരണം വെളുപ്പിനായത് കാരണം താഴത്തെ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. തിരുനെല്ലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്പലം തന്നെയാണ് കേട്ടോ. ഈ അമ്പലം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. ഇപ്പോൾ വിനോദസഞ്ചാരികളൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറേ റിസോർട്ടുകളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. തിരുനെല്ലിയിൽ ആകെ നമുക്ക് കാണാനുള്ളത് കുറേ ഫോറസ്റ്റും കാട്ടുമൃഗങ്ങളും ഈ ഒരു അമ്പലവും കുറച്ച് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും നാച്ചുറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ മലകൾ, നദികൾ, പാറക്കെട്ടുകൾ, അങ്ങനെ കാനന കാഴ്ചകളാണ് കൂടുതലുള്ളത്. അങ്ങനെ ഞാൻ ബൈക്കിലും എൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഗോത്രഭൂമി ടീം മെമ്പറുമായ ഷാമിലി ഉണ്ടായിരുന്നു. അവർ 3 കാറിലും ഞാൻ ബൈക്കിനാണ് പോയത്. അല്ലെങ്കിൽ ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കി നടക്കുകയാണ്. അതേപോലെ ജനീഷ് വന്നിരുന്നു കേട്ടോ. ജനീഷ് അവന് സ്കൂട്ടിയിലാണ് വന്നത് കാലിക്കറ്റ് നിന്ന്. അവന് വെളുപ്പിന് ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ നിന്ന് ഞാൻ പൂരിയൊക്കെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ കയറിയില്ല. കാരണം അമ്പലത്തിൽ കയറണമെങ്കിൽ ഞങ്ങൾക്ക് ടൈം കുറേ നഷ്ടപ്പെട്ടു പോകും. കാരണം അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ ഞങ്ങളെ നാഗമന ക്യാമ്പ് നടക്കുന്ന അംഗനവാടിയിലെത്തിയിട്ടോ. ഇതാണ് ക്യാമ്പ്. അപ്പം ഇവിടെ ക്യാമ്പിന് വന്ന ഒരുപാട് പിള്ളേരുണ്ട്. അവർ ഈ ഒരു ശോചനീയ അവസ്ഥയിലായിരുന്ന ഈ ഒരു അംഗൻവാടി വൈറ്റ് വാഷൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇതൊരു ശോചനീയ അവസ്ഥ ആയത് കാരണം കൊണ്ട് തന്നെ ഇവിടെ കുട്ടികളൊക്കെ കുറവായിരുന്നു. കാരണം തൊട്ടപ്പുറത്ത് വേറെ അംഗനവാടിയിലേക്കാണ് പോകുന്നത്. അപ്പം ചെന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ച പറഞ്ഞാൽ ഇവർ പെൻസിൽ വെച്ചിട്ട് ചുമരയിൽ വരക്കുക കേട്ടോ. ഇവരൊന്ന് വരക്കുന്നത് ഇവർ ഫോണിൽ ഓരോ ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് നോക്കി ഇവർ സൈസ് നോക്കിയിട്ട് ചുമരിൽ വരക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഇവരെന്താ ചെയ്യുന്നത്. കാരണം ഞാൻ കുറേ നേരം നോക്കി നിന്നു. ഇവരെന്തൊക്കെയോ കുത്തി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറേ വള്ളിയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്നും മനസ്സിലാവില്ല അവരെന്താ ചെയ്തെന്നുള്ളത്.
അവർ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണണം. അപ്പോഴേ നിങ്ങൾക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചുറ്റും നോക്കിയാണ് എല്ലായിടത്തും ഓരോ ഭാഗം ഓരോ ആൾക്കാരാണ് വരച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ പുതിയ കൂട്ടുകാരാണ് കേട്ടോ ഇവരൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. സോഷ്യൽ ക്യാപ്റ്റൻ ഫൗണ്ടേഷൻ്റെ ടീം മെമ്പേഴ്സാണ്. അവരൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ ഞാൻ ഇതിന് ചുറ്റും നടന്നപ്പം ഈ കണ്ട കാഴ്ചകളാണ്. ഇത് ചുമരിൽ ഫുള്ള് എല്ലാ ഭാഗവും ഇവർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അകത്തേക്കൊന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഓൾറെഡി അവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവർ ജസ്റ്റ് ചിത്രം വരച്ചേക്ക് മാത്രമല്ല ഈ അംഗനവാടി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ വാതിലും ഡോറൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ ടീച്ചർമാർ, ഇവിടുത്തെ നാട്ടുകാർ എല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അടുക്കള ഭാഗത്ത് പായസം ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട്. ഇതിങ്ങനെ ടാബൊക്കെ നോക്കിയിട്ട് ഇവർ ഫുൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് കേട്ടോ ചിത്രം വരക്കുന്നത്. ഇവർ ഈ വരക്കുന്ന ചിത്രങ്ങളുടെ ഒരു റിസൾട്ട് അത് നിങ്ങൾ കാണുമ്പോൾ ശരിക്കും നെട്ടിപ്പോവും. അത്രയുണ്ട്. ഇത് കണ്ടോ, ഇവരിങ്ങനെ അകത്ത് ഒരു 1, 3, 4 അങ്ങനെ ലെയറായിട്ടാണ് ഇവർ വരക്കുന്നത്. ആദ്യം ഒരു ബേസ് കളർ കൊടുക്കും, അതിന് പുറത്ത് അതിന് ഷെയ്ഡുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ചിത്രം റിസൾട്ട് വരുമ്പോൾ നമ്മളെ കണ്ണ് തള്ളിപ്പോവും. അത്രയും ഗംഭീരമാണ് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച പോലെ ഇത് വരച്ചതാണ് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ വരച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഒരു വരദാനം തന്നെ പറയട്ടോ ഈ വരകളൊക്കെ. കാരണം ഇവരൊക്കെ ഇനിയും ഒരുപാട് വലിയ സ്ഥാനങ്ങളിലെത്തണം ഈ കുട്ടികളൊക്കെ. കാരണം എന്താ വെച്ചാൽ അത്രയും ഇവരുടെ സഹജീവികളോട് ചെയ്യുന്ന ഒരു കരുണ എന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ മനസ്സിലെ സങ്കല്പങ്ങളിലുള്ള ചിത്രങ്ങൾ ഇവർ ചുമരിൽ ഓരോ അടയാളങ്ങളാക്കി കയ്യൊപ്പുകളാക്കിയിട്ട് വരച്ച് പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവരൊക്കെ ഇനി ഇവിടെ വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്നാലും ഇവരുടെ ചിത്രങ്ങളും ഈ വരച്ച വരകളും എല്ലാം ഒരു കയ്യൊപ്പായിട്ട് തിരുനെല്ലി നാഗമനയിലെ അംഗനവാടി ചുമരിൽ തിളങ്ങി നിൽക്കുക കേട്ടോ. കാരണം ഈ കുരുന്ന് മനസ്സുകളിലേക്ക് ഇവർ ഈ നിറം പകർന്നിരിക്കുകയാണ്. ഈ കുട്ടികൾക്ക് പൊതുവെ സ്കൂളിലേക്ക് വരാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പം അവരെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ തീം തന്നെ. കാരണം ഈ ചിത്രങ്ങൾ, മൃഗങ്ങൾ, ആന, അതേപോലെ മാന്, മുയൽ, കുരങ്ങന്, അങ്ങനെ പല ചിത്രങ്ങളുണ്ട്. ഇതിനൊക്കെ കാണുമ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധാരണ ആനേന്നല്ല വരച്ചിട്ടുള്ള സ്കൂളിൽ പോകുന്ന ആനേനെ കേട്ടോ. അതാണ് ഇതിൻ്റെയൊക്കെ രസം. കുറേ പക്ഷികൾ, പുലി, കടുവ എല്ലാം കോമിക്കായിട്ടുള്ള കാർട്ടൂണുകളാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് സെറ്റായി. അവിടെ ഫുഡ് ജനീഷും ടീമൊക്കെ വിളമ്പുന്നുണ്ട്. ഇതിൽ കുറേ കൂട്ടുകാർ പുതിയത് വന്നിട്ടുണ്ട്. എല്ലാവരുടെ പേര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. കാരണം ഫസ്റ്റ് ക്യാമ്പല്ലേ, അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് വരുന്നുള്ളൂ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. കാരണം ഭയങ്കര അടുപ്പായി. ഞങ്ങൾ പോകാൻ ദിവസമാണ് ഒന്നുകൂടി എല്ലാവരുമായിട്ട് കമ്പനി ആയത്. വന്ന ദിവസങ്ങളിൽ ഒരു പരിചയക്കുറവുണ്ടായിരുന്നു. പിന്നെയൊക്കെ എല്ലാവരും അടിപൊളിയായി. അപ്പം എനിക്ക് ഇവരോട് പറയാനുള്ളൂ, ഇവർ ചെയ്തതൊരു വലിയ മഹാപ്രവൃത്തി തന്നെയാണ്. കാരണം ഇവരുടെ കുരുന്ന് അനിയന്മാരോടും അനിയത്തിമാരോടും ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനുകമ്പ എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം നമ്മൾ പഠിച്ച് വളരുന്ന ക്ലാസ് റൂമുകൾ വൃത്തി ആയിട്ട് കളർഫുള്ളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ നഴ്സറി പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ. കാരണം ഇങ്ങനെ കാർട്ടൂണുകളൊന്നുമില്ല. നമ്മളൊക്കെ ചെറിയ ഓലമേഞ്ഞ ഇതിലും അതൊക്കെ ചെറിയ ഷെഡിലൊക്കെ പോയത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇപ്പം ഗവൺമെൻറ് സ്കൂളിൽ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോലും ഇത്ര ഒരു കളർഫുള്ളായിട്ടുള്ള ക്ലാസ് റൂം അവർക്ക് കിട്ടില്ല. ഇത് ഇവിടെ കൂടുതലും പഠിക്കാൻ വരുന്ന ട്രൈബൽസിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ. അതെന്താ കാരണം ചോദിച്ചാൽ ഇത് കാടുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെ കൂടുതലും ട്രൈബൽ ഏരിയകളാണ്. കാരണം അവരാണ് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ അവരെ നമ്മളെ സമൂഹത്തിലെ കുട്ടികൾ പഠിക്കുന്ന അതേപോലെയുള്ള ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കണം. അവർക്ക് അതേപോലെയുള്ള ഒരു അനുകമ്പ വരണം. പിന്നെ ഈ മൃഗങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ സഹജീവികളോടുള്ള ഒരു വാത്സല്യം അവർക്ക് ഉണ്ടാവും അവരുടെ മനസ്സിൽ. അതൊക്കെ ഉദ്ദേശിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ എൻ്റെ ഫംഗ്ഷൻ വന്നു. ബേബി സാറ് ഫംഗ്ഷന് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ തിരുനെല്ലി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അംഗനവാടി ടീച്ചേഴ്സ്, വാർഡ് മെമ്പേഴ്സ് അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ. അതേപോലെ പെയിൻ്റ് അടിക്കുന്ന നമ്മളെ കൂട്ടുകാരൊക്കെ അവിടെ ബെഞ്ചിട്ട് ഇരുന്നു. സ്കൂളിൽ വരുന്ന കുട്ടികൾ വന്നു, അയൽവാസികൾ വന്നു, നാട്ടിലെ
കുറച്ച് വേറെ ആൾക്കാരൊക്കെ വന്നു നമ്മളെ ഇതിനെപ്പറ്റി ഒരു ചെറിയ ലഘു വിവരണങ്ങളൊക്കെ അവിടെ വെച്ച് നൽകി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ, ഭയങ്കര ഹാപ്പി പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. കാരണം ഇത്ര ഒരു എന്താ പറയുക ഒരു മൊമെൻ്റ് ലൈഫിൽ വേറെ കിട്ടില്ല. കാരണം ഒരു കയ്യൊപ്പ് പതിഞ്ഞ സമയമായിരുന്നു ലൈഫിൽ. കാരണം അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായത് തന്നെ ഭയങ്കര ഒരു സംഭവമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഓരോ ചെറിയ ഇതിലൊക്കെ നമ്മളുടെ സഹജീവികളോട് കാണിക്കുന്ന ചെറിയ ഒരു അനുകമ്പ എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് സമയം പോയിട്ടുണ്ടാകും, കുറച്ച് പൈസ ചിലവുണ്ടെങ്കിൽ എങ്കിൽ പോലും നമ്മളെ ലൈഫിൽ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാനാവാത്ത അത്ര ഒരു സംഭവം അല്ലെങ്കിൽ ഒരു നിമിഷമായിരുന്നു അന്നത്തെ ആ ഒരു ഞങ്ങളുടെ ക്യാമ്പ് എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ നമ്മൾ കണ്ട ഈ പരിപാടികൾ ഇത്രയും ചെയ്തതിനുള്ള ഫണ്ട് കണ്ടെത്തിയത് ഈ കുട്ടികൾ അവരെ കോളേജിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ആൾക്കാരാണ്. ഇവരിതിൻ്റെ ഫണ്ട് കണ്ടെത്തിയത് 20 റുപ്യ ചലഞ്ച് ചെയ്തിട്ടാണ്. ചലഞ്ച് എന്നുള്ള പരിപാടി വെച്ചിട്ടാണ് ഇവർ ഇതിനുള്ള ഫണ്ടുകളൊക്കെ കണ്ടെത്തി പെയിൻറ്റ് മേടിക്കാനും ഈ എല്ലാ സാധനങ്ങളും മേടിക്കാനും ഫണ്ട് കണ്ടെത്തിയത്. അതിൻ്റെ പുറമെ എന്നിട്ടും പൈസ തികയാത്തതുകൊണ്ട് ഈ മക്കൾ തൊട്ടടുത്തുള്ള വീടുകളിൽ പോയിട്ട് പഴയ സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് അത് വിറ്റിട്ട് ആ പൈസ കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ഈ ഇവിടെ വന്നിട്ട് ഇത്രയൊക്കെ ഇവർ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, അവർ നന്നായിട്ട് നമ്മളൊരു ആതിഥേയത്വം അവർ അറിയിക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മളെ അപ്പോൾ ആരും വിളിച്ചാലും ഇവർ നമ്മളെ വിളിപ്പുറത്തുണ്ട്. നമ്മളെ മക്കളാണ്, പല സ്ഥലത്തുള്ള മക്കളാണ്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലയിലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. സമയത്താണ് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം, അതുപോലെ ഈ ബിൽഡിംഗ് തീരെ മോശമായിട്ടൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്. അതെല്ലാം ഒരുവിധമൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി എടുത്തു. അങ്ങനെയാണ് ബേബിച്ചേട്ടൻ എപ്പോഴും പോയി വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പറയും, ഞങ്ങൾക്ക് ഇത് നിങ്ങളൊരു കാർപ്പറ്റൊക്കെ ഒന്ന് വിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭാഗ്യമായിരുന്നു. കാരണം ഫുള്ള് ST കുട്ടികളാണ് നമുക്കിവിടെ വരുന്നത്. 1 or 2 ജനറൽ കുട്ടികൾ മാത്രം പഠിക്കുകയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ST കുട്ടികളാണ് നമുക്കിവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ 6ാം വാർഡ് മെമ്പറും കൂടിയായ ബിന്ദു സുരേഷ് ബാബു, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച ബേബിച്ചേട്ടൻ, മറ്റു വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയമുള്ളവരെ, സന്തോഷം നിറഞ്ഞൊരു വേളയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം വന്ന് കയറുമ്പോൾ തന്നെ ഒരു അംഗൻവാടി ഒരു സ്ഥാപനം എന്ന് പോലും തോന്നിക്കാത്ത രീതിയിലായിരുന്നു കാണുമ്പോൾ തന്നെ. ഇപ്പോൾ എന്തായാലും ഒരു സന്തോഷമുണ്ട്. ഒരുപാട് ചിത്രങ്ങളും അതുപോലെ തന്നെ അക്ഷരമാലകളും പിള്ളേർക്ക് പഠിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കയറി വരുന്നവർക്ക് തന്നെ ഒരു ആകർഷകമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ. ആശംസിച്ച കുര്യൻ സർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശൈല വിജയൻ, പ്രിയപ്പെട്ടവരെ, ഈ വേദിയിൽ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ 2-3 പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പം ഈ വേദിയിൽ സ്വാഗതം അർപ്പിച്ച ബേബി സാറ്, അധ്യക്ഷൻ ബിന്ദു മാഡം, വാർഡ് മെമ്പർ, പ്രിയപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, കൂടെ വർക്ക് ചെയ്ത സോഷ്യൽ ഫൗണ്ടേഷൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സ്, നമ്മളെ കുട്ടികൾ നമ്മളെ വീട്ടിൽ പഠിക്കുന്ന അതേപോലെ ഒരു ഇതിലേക്ക് ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ കുട്ടികൾ പഠിക്കുന്ന അതേ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരും നിറങ്ങൾ കണ്ട് പഠിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് ഈ ഒരു വർക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല മനോഹരമായിട്ടുണ്ട്. ഇത്ര ഒരു ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങൾ സോഷ്യൽ ഫൗണ്ടേഷൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോടാണ്. അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾക്കൊരു ബിഗ് താങ്ക്സ് പറയാണ്. നമുക്ക് ഇവിടെ വേദി ഒരുക്കി തന്ന, നമുക്ക് ഫുഡ് ഒരുക്കി തന്ന ഇവിടുത്തെ നാട്ടുകാർ, പ്രിയപ്പെട്ട അംഗൻവാടി ടീച്ചേഴ്സ്, പോരുന്ന മക്കൾ, അവർക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും ഗോത്രഭൂമിയുടെ പേരിലും ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന നമ്മളെ ഈ ആശംസ നൽകിയ ചേട്ടൻ, അതുപോലെ ഈ യോഗത്തെ അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗനവാടിക്ക് ഫ്രണ്ടിലേക്ക് വന്നു. അങ്ങനെ എല്ലാവരും കുട്ടികളും എല്ലാവരും ഇറങ്ങി. ഞങ്ങളെ സഹപ്രവർത്തകരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഈ നിമിഷം തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം ഈ നിമിഷത്തിൽ കിട്ടിയ, ഈ ഫ്രെയിമിൽ കിട്ടിയ ആൾക്കാർ അവരിനി എത്ര പേര് ഇനി തമ്മിൽ കാണുമെന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ സൗഹൃദത്തിന് മുന്നിൽ അവരെല്ലാവരും കുരുന്നും മനസ്സുകളും എല്ലാവരും വന്നു. ഞങ്ങൾക്ക് പൂച്ചെണ്ടുകളൊക്കെ തന്നു. അങ്ങനെ എനിക്ക് ഇതിൽ വീണ്ടും നന്ദി പറയാനുള്ളത്
ദ ക്യാപ്റ്റൻ ഫൗണ്ടേഷൻ്റെ ടീം മെമ്പേഴ്സിനോടാണ്. അവർ ഒരുപാട് ബുദ്ധിമുട്ടി പല സ്ഥലങ്ങളിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ വന്ന കുട്ടികളുണ്ട് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് മാത്രം. അവർ പ്രതിഫലം ആഗ്രഹിച്ചല്ല വരുന്നത്, അവരൊരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും അവരെ വീണ്ടും എല്ലാവരെയും കാണും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഞങ്ങളുടെ ഈ ഗോത്രഭൂമിൻ്റെ ഈ ചെറിയൊരു ഇതിലേക്ക് വന്നത്. ഇതുണ്ടല്ലേ നിങ്ങൾ, അവർ വരച്ച് വെച്ചത് അതിൻ്റെ ഫൈനൽ വർക്കുകളാണ്. വർക്ക് കഴിഞ്ഞിട്ടില്ല, പുറമേയുള്ള ചുമരിലൊന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനി രാത്രിയാണ്. രാത്രി 1 മണി വരെ ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അംഗനവാടി ടീച്ചർമാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അടിപൊളി പായസമായിരുന്നു, അരിപ്പായസമായിരുന്നു. പായസമൊക്കെ കുടിച്ചു, എല്ലാവർക്കും പായസം കൊടുത്തു, വയറ് നിറച്ച് എല്ലാവരും കുടിച്ചു. എന്നിട്ട് പായസം കുറേ ബാക്കിയുണ്ടായിരുന്നു, അത് അയൽവാസികൾക്കൊക്കെ കൊടുത്തു. കുറച്ച് നാട്ടുകാരൊക്കെ വന്നിരുന്നു. അങ്ങനെ രാത്രി ഇതുണ്ടോ, ഇവിടെ ഈ പുറമേയുള്ള ചുമരിലൊക്കെ ചിത്രം വരയ്ക്കണുള്ളൂ. നാശമൊക്കെ അവിടെ നിന്ന് പാറയൊക്കെ വരയ്ക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. അങ്ങനെ എല്ലാവരും, ഞാനും വരച്ചു. ഞാൻ ബാക്ക് സൈഡിൽ കുറേ മരങ്ങളാണ് വരച്ചത്. കാരണം ഇത് 1 മണിയായി ഞങ്ങൾ ലാസ്റ്റ് വരച്ച് തീർന്നപ്പോൾ. ഞങ്ങൾ വരച്ച് തീർന്നപ്പോൾ ഒരു 5-8 പേരുള്ളൂ. ബാക്കി എല്ലാവരും ടയേർഡായവരൊക്കെ റൂമിൽ പോയി. ഞങ്ങളവിടെ ഇരുന്ന് വരച്ചു. എന്നിട്ട് ഞങ്ങൾ രാത്രി ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുറ്റത്ത് തീയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചെയ്തത്. കാരണം ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയയാണ്. അപ്പം തീ കണ്ടു കഴിഞ്ഞാൽ ആന വരില്ല എന്നുള്ള ഒരു ഇതും കൊണ്ട് ഞങ്ങൾ തീ ഇട്ടു. അത് മാത്രമല്ല ഭയങ്കര തണുപ്പായിരുന്നു, അതുകൊണ്ട് തീയൊക്കെ ഇട്ടു. ഇത് കണ്ടോ, പിറ്റേ ദിവസം രാവിലെ എടുത്ത റിസൾട്ടാണ്. ആ വരച്ച് വെച്ച ചുമരുകളൊക്കെയാണ്. അതിലേറെ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ തീറ്റ കൊടുത്തിൻ്റെ ഒരു നായ ഉണ്ട് കേട്ടോ അവിടെ. അത് ഞങ്ങൾ കണ്ടപ്പോൾ ഓടി വന്ന് വാലാട്ടുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വാച്ച് ചെയ്തതിന് നന്ദി, നമസ്കാരം.